നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു തത്സമയത്തിലൂടെ നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ചടയമംഗലം ടൗൺ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എത്ര മണിക്ക് തുടങ്ങി നിങ്ങളുടെ ഈ ജോലി? 8 മണിക്ക്. ഇന്ന് എവിടം വരെയാണ്? ഇന്ന് ടൗൺ മൊത്തം. ഇന്നും നാളെയും ചേർന്നല്ലേ ഇത് ഈ മാലിന്യങ്ങൾ കംപ്ലീറ്റ് നീക്കം ചെയ്യുന്നത്? ഇതിന് നേതൃത്വം നൽകുന്ന ആരൊക്കെയാണ്? എല്ലാവരും ഉണ്ട്. മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരും ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനയും ചേർന്ന് ചടയമംഗലത്തെ ടൗൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ മാലിന്യം നീക്കുന്നതിൻ്റെ തത്സമയ സംരക്ഷണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ അവർ ജോലി ആരംഭിച്ചു. ചടയമംഗലം പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഭാഗം വരെ ഇന്നലെ പഞ്ചായത്തിൻ്റെ അവിടെ നിന്നും അവർ ജോലി നിർത്തിവെച്ചിരുന്നു. ഇന്ന് അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസ് ഡിവിഷനിൽ നിന്ന് ഏകദേശം ഇപ്പോൾ നമ്മുടെ ചടയമംഗലം പാലത്തിൻ്റെ അതുവരെ ഇതിലെ ഈ ജോലിയിൽ ഏർപ്പെട്ടവർ നിൽക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ മറുവശത്തും ആൾക്കാർ, ഞാനിപ്പോൾ റോഡിൻ്റെ ഒരു വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ മറുസൈഡിലേക്ക് പോയി വാതിലെ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു വളരെ ജോലി വ്യാപൃതനായി നിൽക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. നമസ്കാരം വൈസ് പ്രസിഡന്റ്. നമ്മുടെ ഈ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഒരു സംസ്ഥാനം നാളെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ വൈകിട്ട് 3 മണിക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളും മാലിന്യമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ വാർഡ് തലത്തിൽ എല്ലാവിധ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും പങ്കെടുത്തുകൊണ്ട് മെഗാ ക്ലിനിക്ക് നടത്തപ്പെടുക വൻ വിജയമായിരുന്നു. ഇന്ന് രാവിലെ 8:30 മണി മുതൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ശുചിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതാണ്. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാവർക്കർമാർ, പൊതുജന പ്രവർത്തനങ്ങൾ തന്നെ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ വൈകിട്ട് 3 മണിക്ക് ചടയമംഗലവും ക്ലീനായി മാറുന്ന പ്രഖ്യാപനം ഉണ്ടാകുന്ന കണ്ടുവരുന്നത്. പ്രസിഡന്റ് ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ വളരെ ഗൗരവമായി ഇന്നലെയും ഇന്നുമായിട്ട് ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾ കാണുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവിടെ സബ് രജിസ്റ്റർ ഓഫീസ് നിൽക്കുന്ന നിന്ന സ്ഥലത്ത് അതിനകത്ത് ആ കാട് മൂടി കിടക്കുന്നതിന്റെ ഭാഗത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-8 ലോഡ് മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കപ്പെട്ടതായി കാണുകയുണ്ടായി. അങ്ങയുടെ അഭിപ്രായം എന്താണ് അതേക്കുറിച്ച്? കാരണം ഒരു 4 വർഷത്തോളം കാലമായി ആ സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും
അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന ചില സാങ്കേതിക കാരണങ്ങളാൽ ആ കെട്ടിടത്തിൻ്റെ പണി വൈകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ആ പ്രദേശം ആളിൻ്റെ സഞ്ചാരമില്ലാത്തൊരു മേഖലയായതിനാൽ ഒഴിഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ആളുകൾ നമ്മളെ പൊതുജനങ്ങളാകെ തന്നെ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുകൂടി ഇന്ന് അത് ഏകദേശം ഒരു പൂർണ്ണമായി വൃത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 90% അതും കൂടി ഇത് വൃത്തിയാക്കിക്കൊണ്ടാണ് ഈ ചടയമംഗലം ടൗൺ ക്ലീനാക്കാൻ പോകുന്നത്. സാക്ഷി ടിവിയുടെ ഈ മാലിന്യമുക്ത കേരളത്തിന്റെ വിശേഷങ്ങളുമായി പങ്കുചേരുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജുവാണ്. ഇനി റോഡിന്റെ മറു സൈഡിൽ കൂടി നമുക്ക് ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. ചന്ദനം അകിൽ കർപ്പൂരാദികളിവയെല്ലാം ചടയമംഗലത്തിന്റെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അങ്ങ് ദൂരെ നിന്ന് കണ്ടില്ലേ മൺമട്ടിക്ക് വേസ്റ്റുകൾ കോരി മാറ്റുകയാണ് അദ്ദേഹം. ഇന്നലെ ഇന്നൊക്കെ സജീവമായിട്ട് ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി സൈസർ ഉണ്ട്. അദ്ദേഹം വളരെ ഗൗരവമായി അതായത് വിഷ്ണു മെമ്പർ ആണ് പഞ്ചായത്തിന്റെ കലയം വാർഡ് മെമ്പർ രാജാണ്. രണ്ടുപേരും ജോലിയിൽ വളരെ വ്യാപൃതമായി. നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ അങ്ങയുടെ നേതൃത്വത്തിലാണല്ലോ ഇപ്പൊ ഈ നാളെ നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ സഹായിക്കാൻ നമുക്ക് ഇതൊരു സമ്പൂർണ്ണ ശുദ്ധ ഗ്രാമമാണ് നമ്മൾ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഏപ്രിൽ 1 സ്വീകരിക്കുകയാണ്. അപ്പോൾ എല്ലാ നാട്ടുകാരും വ്യാപാരി നമ്മുടെ ഈ ഗ്രാമത്തെ ഗ്രാമമായിട്ട് നിലനിർത്താൻ കഴിയും സഹായിക്കുന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ്. നമസ്കാരം. അതോടൊപ്പം തന്നെ രാവിലെ ഞാൻ കണ്ടപ്പോൾ മുതലേ വളരെ ഈ ജോലിയിൽ വ്യാപൃതനായി നിൽക്കുകയാണ് നമ്മുടെ കലയം വാർഡ് മെമ്പർ ശ്രീ വിഷ്ണുരാജ്. അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയെ കൊണ്ട് മാലിന്യ നീക്കം ചെയ്യുന്ന ജോലികൾ ചൊത്തനാണോ? അതെ, മാലിന്യവിമുക്ത കേരളം 30-ാം തീയതി കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്നിരുന്ന മാലിന്യങ്ങൾ ഡംപ് ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുകയും കൂടാതെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. വിവിധ സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം തന്നെ നോട്ടീസും പിഴയും നൽകിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ മാലിന്യ വലിച്ചെറിയ പ്രവർത്തനങ്ങളും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ നടത്തുന്നതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചടയമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന ടൗണായ ചടയമംഗലം ടൗൺ ശുചിയാക്കി അവിടെ നല്ല രീതിയിൽ ആ ടൗൺ കേന്ദ്രീകരിച്ച് വരുന്നവർക്ക് മാലിന്യ വിമുക്തമായ ടൗൺ എന്നുള്ള രീതിയിൽ ഇവിടെ ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ അടക്കമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി ഡ്രൈവർമാരടക്കമുള്ള എല്ലാ സമൂഹത്തിലുമുള്ള എല്ലാവരും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമിനാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞ പോലെ ഇത് തൃപ്തനാണ്. ഇതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. താങ്ക് യു. നോക്കിക്കേ, അവര് ഈ ഇത്രയും നമ്മുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയും കൂടി പറയട്ടെ, ഇത്രയധികം ഒരു ജംഗ്ഷനിൽ ഇത്രയധികം വേസ്റ്റുകൾ നിങ്ങൾ വലിച്ചെറിയുമ്പോൾ അത് ആ നാടിനോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഡ്രൈവർ ശ്രീ ഡി ജയകുമാർ എൻ്റെ കൂടെ ഒപ്പം ഉണ്ട്. ജയകുമാറിന് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ
സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശാനുസരണം ഒരു വലിയ പ്രോജക്റ്റ് നടത്താനാണ് ചടങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സൊസൈറ്റി ജംഗ്ഷൻ മുതൽ നമ്മളെ സിലോൺ അത് KSRTCയുടെ തൊട്ടപ്പുറത്തെ പമ്പിൻ്റെ അവിടെ വരെ ടൗൺ ക്ലീനിങ് എന്നൊരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും ഇതിനു വേണ്ടി ഒരു ബയോ ബിന്നുകൾ പല സ്ഥലങ്ങളിലും വെക്കുന്നു. അതിനോടൊപ്പം ഈ ഹാൻഡിലുണ്ട്, അതായത് ഫുട്പാത്തിന് സൈഡിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ ചെടി ഉൾപ്പെടെ വെച്ച് ഈ ചടയമംഗലം ടൗൺ ഒരു നല്ല മനോഹരമാക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ടൗൺ സൗന്ദര്യവൽക്കരിക്കാൻ പോകുന്നത് ടൗൺ സൗന്ദര്യവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാ ജനങ്ങളുടെയും ഇവിടുത്തെ വ്യാപാരികളുടെയും മറ്റത്തിലുള്ള സംഘടനാ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനക്കാരെയും തൊഴിലുറപ്പ് ഹരിതകർമ്മസേന വ്യാപാരി വ്യവസായികൾ ആട്ടോക്കാർ എന്ന് വേണ്ട ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ഒരു സഹകരണം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കം പഞ്ചായത്ത് ജീവനക്കാരും പഞ്ചായത്ത് ഹരിതകർമ്മസേന തൊഴിലുറപ്പ് അതേപോലെ മെമ്പർമാർ ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് വേണം ഇതിന് ഏറ്റവും വലിയ നേതൃത്വം നൽകുന്നത് സാറാണ്. അപ്പൊ സാറിന്റെ ഒരു പ്രതികരണം ജനങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലെ വിജയ് സാറ് നമ്മളോടൊപ്പം കൂടി ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. പറഞ്ഞോളൂ. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത കേരളത്തിനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിന് ഞങ്ങൾ പഞ്ചായത്ത് ജീവനക്കാരും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൂടി ഇന്ന് രാവിലെ മുതൽ 8 മണി മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യം കടകളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളതെല്ലാം വലിച്ചെറിയരുതെന്നും അവ പൊതുവായ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിക്കൊണ്ട് ഈ നാടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുക. താങ്ക് യു സാർ. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ മാലിന്യങ്ങളും പോച്ചയും ഒക്കെ നുള്ളിക്കളയുന്ന ഒരാളുണ്ട്. നമ്മുടെ കുരിയോട് കുന്നുംപുറം വാർഡ് മെമ്പർ ശ്രീ PS സുനിൽകുമാറാണ്. തനിയെ ഒരിടത്ത് മാറി നിന്ന് ആരോടും കൂടാതെ നിന്നത് ഞങ്ങളുടെ അദ്ദേഹം പറിച്ച് ഇങ്ങനെ വൃത്തിയാക്കി പോകുന്ന പോച്ചകളൊക്കെയാണ്. നമുക്ക് സുനിൽകുമാറിനോട് ചില അഭിപ്രായങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഇതെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി ഇന്ന് ക്ലീൻ ചെയ്യുന്ന? മറ്റുള്ളവരോട് കൂടാൻ താല്പര്യമില്ലേ? ടീമിന്റെ പുറകിലുണ്ട്, അവിടുന്ന് വരുന്നേ ഉള്ളൂ. റോഡിലേക്ക് കുറച്ച് അങ്ങനെ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി താങ്കളുടെ അഭിപ്രായം എന്താണ്? മാർച്ച് 31 തീയതി നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ പഞ്ചായത്തുകളും പ്രഖ്യാപിക്കേണ്ടത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എല്ലാം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചായത്തുകൾ ഇന്നലെ വാർഡ് തലത്തിൽ നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ 15 വാർഡുകൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നാളെ ഒരു 3 മണിക്ക് ശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കേണ്ടത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ടൗണ് നമ്മുടെ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് ജീവനക്കാർ അതുപോലെ തന്നെ മെമ്പർമാരും വാർഡ് മെമ്പർമാർ പ്രസിഡന്റ് അങ്ങനെ ജീവനക്കാർ പഞ്ചായത്തിലെ ജീവനക്കാർ എല്ലാവരും കൂടി ഈ ഒരു യജ്ഞം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു വരികയാണ്. താങ്ക് യു. അപ്പം നമ്മളോടൊപ്പം ഈ മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് പ്രതികരിച്ചത് കുരിയോട് കുന്നുംപുറം വാർഡ് മെമ്പർ PS സുനിൽകുമാറാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം മുകളിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ടൗണിൻ്റെ സൈഡിൽ നിൽക്കുന്ന പോച്ചകൾ മറ്റും എല്ലാം പറിച്ച് നീക്കം ചെയ്യാണ്. നാളെ 3 മണിക്കാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത്. ഏകദേശം ഹരിതകർമ്മസേനയുടെയും പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് ജനപ്രതിനിധികളും അടക്കം ഏകദേശം 10-50 പേർക്കോളം ഈ പ്രവൃത്തിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ കഴിയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദുവും അതേപോലെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി സുനിലും കൂടി നേതൃത്വം നൽകുന്ന ഒരു ടീമിനെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് അവരോടും കൂടി ഈ എന്താണ് അവരുടെ ഈ ഹലോ
പിന്നെ നമ്മുടെ 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട്. 2 പേരും ഒരിടത്ത് നിൽക്കുകയാണ്. നിന്നാണ് അവർ ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി അതൊരു ടീമോടുകൂടി നിൽക്കുകയാണ്. നമുക്ക് ആദ്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് തുടങ്ങി ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് വരാം. ഹലോ, ഞാനങ്ങോട്ട് വരാം. അതെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഞാൻ വരാം. ഈ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ച് എന്താണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിപ്രായം? മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചടിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളെയും ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെയും ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് എല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ 2-3 ദിവസമായിട്ട് നമ്മൾ വാർഡ് തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പൊതുസമൂഹവും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായികൾ, നമ്മുടെ ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ എല്ലാവരും നമ്മളോടൊപ്പം ഈ അവസരത്തിൽ സഹകരിക്കണം. നമ്മൾ പഞ്ചായത്ത് മാത്രമോ കുറച്ച് പേരോ വിചാരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇത് വിജയത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. നമ്മളോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ശ്രീമതി ബിന്ദു ആണ് പ്രതികരിച്ചത്. നമുക്കിനി നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനീസിനിൽ ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിശേഷങ്ങൾ ചോദിച്ചു വരാം. പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ വിയർത്തുപിടിച്ച് നിൽക്കുകയാണ്. നമസ്കാരം. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം? നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നാളെ സംസ്ഥാനമൊട്ടാകെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ടും എല്ലാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലെ സ്റ്റാഫുകളും അതുപോലെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായാണ് നമ്മുടെ ഈ ജംഗ്ഷനും മറ്റും എല്ലാം ക്ലീൻ ചെയ്യുന്നത്. നാളെ ഒരു 4 മണിയാവുമ്പോഴാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പിന്നെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഏപ്രിൽ 1-ാം തീയതി മുതൽ കർശന നടപടികളുമായാണ് ഗ്രാമപഞ്ചായത്ത് മുൻപോട്ട് പോകുന്നത്. കാര്യം നമ്മുടെ വീടിൻ്റെ ഭാഗം നമ്മൾ ശുചിയാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലും അതുപോലെ നമ്മൾ വാടകയ്ക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളുടെ സൈഡിലെല്ലാം വേസ്റ്റുകൾ വലിച്ചുവാരി ഇടുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു കർശന നടപടി ഏപ്രിൽ 1-ാം തീയതി മുതൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായാണ് ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. താങ്ക് യു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനീസിനിലാണ് നമ്മളോടൊപ്പം ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ വിശേഷങ്ങളായി ചേർന്നത്. ഈ തത്സമയം ഞങ്ങളിവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.